എല്ലാവർക്കും നമസ്കാരം. ലിബീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ തോരനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു 1/2 കിലോ നത്തോലി ഉണ്ട്. അത് ക്ലീൻ ചെയ്തെല്ലാം വെച്ചേക്കുവാണ്. നമുക്കിതിനൊരു കൂട്ട് അരച്ചെടുക്കണം. അതിന് നമുക്ക് ആദ്യം ഒരു മിക്സി എടുക്കാം. അതിലോട്ട് അരമുറി തേങ്ങയോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി ചെറുതായിട്ടൊന്ന് കഷ്ണമാക്കിയത്. പിന്നെ ആവശ്യത്തിന് കുറച്ച് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഇങ്ങനെ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അരയണ്ട, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അത് ഒരു 10 മുതൽ 15 കൊച്ചുള്ളി വരെ ഉണ്ട്, ചതച്ച് വെച്ചേക്കുവാണ്. ഈ തോരനൊക്കെ കൊച്ചുള്ളി പുള്ളി ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം. ഇതിലോട്ട് ഞാനൊരു 5-6 പച്ചമുളക് ഇടുന്നുണ്ട്. ഇനി ഞാൻ ഇടുന്നത് ഉണക്ക മാങ്ങയാണ്. ഉണക്കമാങ്ങ പുളി ഞാനത് ചേർക്കുന്നില്ല. എൻ്റെ കയ്യിൽ ഉണക്കമാങ്ങ ഉള്ളതുകൊണ്ടാണ് ഞാനിത് ചേർക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പച്ചമാങ്ങ ഇട്ടാലും മതി. അല്ലെങ്കിൽ നാട്ടിൽ ഇരുമ്പം പുളിയൊക്കെ കിട്ടുമ്പോൾ ഇരുമ്പം പുളിയുടെ സീസണാണെങ്കിൽ ഇരുമ്പം പുളി, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ കുടംപുളി ഇട്ടാച്ചാലും മതി. ഒരു അരമുറി തക്കാളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനകത്തോട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലാണ്. ഞാനൊരു 1/2 കപ്പ് കട്ടിപ്പാലിനകത്ത് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തതാണ്. ഇതിനെ നന്നായിട്ട് ഇളക്കി വെക്കുക. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ മിക്സി കഴുകി എടുത്ത ആ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇനി നമുക്കിത് അടുപ്പയിൽ വെച്ച് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് എല്ലാവരുടെയും എരിവിനനുസരിച്ച് എരിവും പച്ചമുളകും ഉപ്പും ഒക്കെ ചേർക്കുക. അപ്പോൾ നമ്മുടെ മീനെല്ലാം പുരട്ടി നല്ല റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ഇന്ന് സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം ഒരുപാടായാൽ ഇത് വറ്റാൻ ടൈം എടുക്കും. അപ്പം വളരെ കുറച്ച് വെള്ളം ചേർക്കുക. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പം നമ്മുടെ വെള്ളമൊന്നും വറ്റിയിട്ടില്ല. ഈ വെള്ളം നന്നായിട്ട് വറ്റി വരുന്നതാണ് ഇതിൻ്റെ പാകം. നമ്മുടെ മീൻ പറ്റിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മുടെ മീൻ പറ്റിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മളത് അടുത്തൊരു ഈസി റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.